റോമിൽ ഏറ്റവും ശ്രദ്ധേയമായ പിറവിത്തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്ന ദേവാലയമാണ് നാം ഈ കാണുന്ന മേരി മേജർ ബസിലിക്ക. മാർപ്പാപ്പയുടെ നേരിട്ടുള്ള സംരക്ഷണത്തിലുള്ള റോമിലെ 4 ബസിലിക്കകളിൽ ഒന്നാണ് ഈ ദേവാലയം. പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള കത്തോലിക്ക സഭയിലെ ഏറ്റവും പുരാതനമായ ബസിലിക്കയാണ് മേരി മേജർ ബസിലിക്ക. ഇവിടുത്തെ പിറവിത്തിരുനാൾ ആഘോഷങ്ങൾ ലോകശ്രദ്ധ നേടാൻ കാരണം ഈ ദേവാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തിരുശേഷിപ്പിന്റെ സാന്നിധ്യമാണ്. ബെത്ലഹേമിലെ ഈശോയുടെ പുൽത്തൊഴുത്തിന്റെ തിരുശേഷിപ്പാണത്. ജെറുസലേമിലെ ആദിമ ക്രിസ്ത്യാനികൾ പൂജ്യമായി വണങ്ങിയിരുന്ന നമ്മുടെ കർത്താവിന്റെ തിരുശേഷിപ്പുകൾ പലതും 7-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക അധിനിവേശത്തിൽ തകരുന്നത് കണ്ടപ്പോഴാണ് പറ്റുന്നത്ര വിശുദ്ധ വസ്തുക്കൾ ഇസ്രായേലിൽ നിന്നും റോമിലേക്ക് എത്തിക്കാൻ മാർപ്പാപ്പമാർ തീരുമാനിച്ചത്. ആ തീരുമാനത്തിലൂടെയാണ് സെഹിയോൻ മാളികയിൽ നിന്നുള്ള തിരുശേഷിപ്പുകളും പീലാത്തോസിന്റെ കൽത്തളത്തിലെ തിരുശേഷിപ്പുകൾക്കൊപ്പം ബത്ലഹേമിലെ പുൽത്തൊഴുത്തിന്റെ തിരുശേഷിപ്പും ജെറുസലേമിലെ പാത്രിയർക്കീസ് റോമിലേക്ക് എത്തിച്ചത്. AD 642 മുതൽ 649 വരെ സഭയെ നയിച്ച തിയഡോർ ഒന്നാമൻ പാപ്പയാണ് ഇത്തരത്തിൽ ഈശോയുടെ ജീവിതവുമായി ബന്ധമുള്ള തിരുശേഷിപ്പുകൾ അന്യം നിന്ന് പോകാതിരിക്കുവാനും അർഹമായ വണക്കത്തോടെ അവ സൂക്ഷിക്കുവാനുമുള്ള പ്രയത്നങ്ങൾ ആരംഭിച്ചത്. അങ്ങനെ ബത്ലഹേമിലെ ദേവാലയത്തിൽ നിന്നും എത്തിച്ച പുൽത്തൊഴുത്തിന്റെ തിരുശേഷിപ്പ് ഇന്ന് മേരി മേജർ ബസിലിക്കയുടെ പ്രധാന അൾത്താരയുടെ താഴെ ചെറിയ ചാപ്പലിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ ചെറിയ അൾത്താരയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വൈദികർ അപേക്ഷകൾ സമർപ്പിക്കാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഭക്തനായിരുന്ന 9-ാം പിയൂസ് പാപ്പ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലുള്ള പൂർണ്ണകായ പ്രതിമയും ഈ കുഞ്ഞു ചാപ്പലിൽ നമുക്ക് കാണാനാകും. പിറവിത്തിരുനാളിൽ ഈ തിരുശേഷിപ്പ് സംവഹിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്രദക്ഷിണവും പ്രാർത്ഥനകളും റോമാ നഗരത്തിലൂടെ നടക്കും. ലൂക്കാ സുവിശേഷകൻ വരച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന മാതാവിന്റെ ഏറ്റവും പുരാതനമായ ഐക്കണിന്റെ സാന്നിധ്യം കൊണ്ടും സമാധാനത്തിന്റെ രാജ്ഞിയുടെ തിരുസ്വരൂപം സ്ഥിതി ചെയ്യുന്നതുകൊണ്ടുമൊക്കെ വളരെ പ്രശസ്തമായ ഈ ദേവാലയത്തിലേക്ക് വിദേശയാത്രകൾക്ക് മുൻപും ശേഷവും മാർപ്പാപ്പമാർ വരാറുണ്ട്. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നതിനാൽ ധാരാളം ആളുകൾ ഇവിടെ എത്തി നിരന്തരം പ്രാർത്ഥിക്കുന്നു. ഈ വർഷവും വലിയ ജനക്കൂട്ടത്തെ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് മേരി മേജർ ബസിലിക്കയും പരിസരവും.